എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുകയും ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിലും ഇതേപോലെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് അവിടെ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളതും എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അവിടെ അലോട്ട്മെൻറ്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് 1 എന്നും കാണാൻ പറ്റും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് 2 എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റിലെ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് 2 എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല എക്സ്ട്രാ ഫീസും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. അതുപോലെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗവൺമെൻറ് കോളേജിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 23,170 രൂപയും, സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ 25,000 രൂപയും, അതുപോലെ SC ST OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1000 രൂപയുമാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മറ്റ് കോഴ്സുകളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസല്ല, ചെറിയൊരു ഫീസ് കുറവുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് MLT കോഴ്സിനാണ് കിട്ടിയത്, പിന്നീട് ഇപ്പോൾ നഴ്സിംഗിനാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ നിങ്ങൾ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബാലൻസ് ഫീസ് എന്ന് ഉണ്ടാവും. എത്ര രൂപയാണ് ബാലൻസ് ഫീസ്, ആ ഒരു പൈസ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ 29-ാം തീയതിക്കാവും. ഇതുവരെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാനായിട്ട് 29-ാം തീയതി വരെയും, അതുപോലെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ഈ ഒരു 29-ാം തീയതിക്കാവും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്നാമത്തേത് നിങ്ങൾക്ക് ഓൺലൈൻ മോഡാണ്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചലാൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ലിങ്ക് വരികയും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും ആണ്. അപ്പോൾ ആ ഒരു ചലാൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് റെസിപ്റ്റായിട്ട് തിരിച്ചു തരുന്നതാണ്. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമാണ്. അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നിലവിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ എക്സ്ട്രാ വല്ല ഫീസും അടക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ബാലൻസ് ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ അതായത് ബാലൻസ് ഫീസ് അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ബാലൻസ് ഫീസ് ഏത് കോഴ്സ് മാറ്റം കാരണമാണ് സാധാരണ അതിൽ ബാലൻസ് ഫീസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഫീസ് വരികയാണെങ്കിൽ അത് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ 3ാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കായിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് 29-ാം തീയതി വരെയാണ്. 29-ാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്നും അതിനുശേഷം അവിടെ റീ അറേഞ്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകളാണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലഭിച്ച ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ഉള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസാണ് ഹയർ ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരില്ല.
കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റും വരികയാണെങ്കിൽ മാത്രമേ അത് അടക്കേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും ആ ഒരു സീറ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് പേജിൽ നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷൻ മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ പിന്നീട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് പിന്നീട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഓപ്ഷനെ അതായത് ഹയർ ഓപ്ഷൻസിനെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിലേക്ക് മാറേണ്ടതും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണ് എങ്കിൽ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ അവിടേക്ക് മാറേണ്ടതായിട്ട് വരും. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒരു കോളേജിലും നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ബാങ്ക് വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 ഹവേഴ്സിന് ശേഷമാണ് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് വിവരങ്ങൾ വെബ്സൈറ്റിൽ വരികയുള്ളൂ. നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റിൽ നിന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ ഒരു റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടച്ച ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സെയിം കോളേജ് തന്നെയാണ്, കോഴ്സ് തന്നെയാണ്, അതായത് അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് നമ്പർ 2 എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് 29 മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് സീറ്റ് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വല്ല ബാലൻസ് ഫീസും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൺലൈനായിട്ടോ ബാങ്ക് വഴിയോ അടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഹയർ ഓപ്ഷൻസോ മറ്റോ ഓപ്ഷനുകളോ റിമൂവ് ചെയ്യുകയോ അതായത് ഈ ഒരു ഹയർ ഓപ്ഷൻസോ മറ്റോ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 29-ാം തീയതി വരെ LBS വെബ്സൈറ്റ് വഴി റീഅറേഞ്ച്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത ഓപ്ഷൻസ് തന്നെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും അതിനുശേഷം സേവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കോളേജ് ജോയിനിങ് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.